നമുക്ക് ഒരു മാനുഷിക പരിഗണന പോലും തരാതെ ഇവർ പിന്നീട് ജപ്തിയിലേക്ക് നീങ്ങുക. എന്നാണേലും ഞങ്ങളുടെ ജീവിതം പോയി. ഞങ്ങളുടെ ജീവിതം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് ഒരു മാർഗവും ഇല്ല ചേട്ടാ, ഒരു മാർഗവും ഇല്ല. പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ വീടിനോടൊരു ഇതുണ്ട്. കാര്യം അതുങ്ങൾ ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് ഓടിക്കളിച്ച വീടല്ലേ അത്. അതുകൊണ്ട് ആ മൂത്തതിന് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇന്നെന്തോ ഒരു വയ്യാഴിക പോലെയൊക്കെ ഉണ്ടായി. പിന്നെ ഈ സംഭവങ്ങളൊന്നും തന്നെ എൻ്റെ വീട്ടിലോ അങ്ങനെ എൻ്റെ ബന്ധുക്കൾക്കോ ആർക്കും അറിയത്തില്ല. ഞങ്ങളൊക്കെ അതുപോലെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നാല്. നമസ്കാരം. ജപ്തി ചെയ്ത വീട്ടിൽ നിന്നും കുടിയിറക്കുന്നതിനായി വീട് തന്നെ ഇടിച്ചു നിരത്തി. കോട്ടയം കോതനല്ലൂർ സ്വദേശിയായ അജി MGയുടെ വീടാണ് ഇന്നലെ ഉച്ചയോടെ JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയത്. ജപ്തി നടപടിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ കടുത്തുരുത്തി അർബൻ സഹകരണ ബാങ്കാണ് ഇന്നലെ ഇവിടെ എത്തിയത്. തുടർന്ന് JCB ഉപയോഗിച്ച് ഈ വീട് പൂർണ്ണമായും ഇടിച്ച് നിരത്തുകയായിരുന്നു. ഈ സമയം അജിയും 2 പെൺമക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട അജിയെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ വീട് പൂർണ്ണമായും ഇടിച്ചു നിരത്തിയത്. 2011 തൻ്റെ 33 സെൻറ്റ് വസ്തുവും വീടും പണയം വെച്ച് അജി പല ഘട്ടങ്ങളിലായി 25 ലക്ഷം രൂപ വായ്പയെടുത്തത്. എന്നാൽ 48 ലക്ഷം രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നത്. കഴിഞ്ഞ നവംബർ മാസം ജപ്തി നടപടികളാവുകയും പിന്നീട് ജനുവരി മാസത്തിൽ ലേല നടപടികൾ പൂർത്തിയാക്കി മറ്റൊരാൾക്ക് വസ്തു വിൽക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ആണ് ഇവിടെ ജപ്തി നടപടികൾക്കായി എത്തിയത്. എന്നാൽ ഈ ബാങ്ക് കൃത്യമായ നടപടികളാണ് നടത്തിയതെന്നും ഹൈക്കോടതി ഉത്തരവിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ജപ്തി നടപടികളിലേക്ക് കടന്നതെന്നും ഈ വസ്തു വാങ്ങിയ ആളാണ് ഇടിച്ചു നിരത്തിയത് എന്നുമാണ് ബാങ്കിൻ്റെ വിശദീകരണം. ഏതായാലും അജിയും കുടുംബവും വളരെ ദുരിതത്തിലാണ്. അവർ ഇത്രയും കാലം താമസിച്ചിരുന്ന വീട് കൺമുന്നിൽ വെച്ച് ഇടിച്ചു നിരത്തുന്ന കാണേണ്ടി വന്ന ഒരവസ്ഥ. ആ ദയനീയമായ അവസ്ഥയിൽ, വളരെ പരിതാപകരമായ അവസ്ഥയിൽ 2 പെൺമക്കളുമായി അജിയും ഭാര്യ സുവിതയും കഴിയുകയാണ്. ഇപ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കാം. ഏത് വർഷമാണ് നിങ്ങൾ ലോൺ എടുത്തത്? ഞങ്ങളെടുത്ത് ഒരു 2015 2011 നമ്മൾ ആദ്യമായിട്ട് ലോൺ എടുക്കുന്നത്. ലോൺ എടുത്ത് നമ്മൾ ആദ്യം അച്ഛൻ്റെ അമ്മയുടെയും സഹോദരൻ്റെയൊക്കെ ചികിത്സയുടെ ആവശ്യത്തിനായിട്ട് വേണ്ടിയാണ് നമ്മൾ ഈ ലോൺ എടുക്കുന്നത്. ലോൺ പല ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ലോൺ എടുത്തത്. പിന്നെ നമുക്ക് ഒരു 25 ലക്ഷം രൂപ പുതുക്കിയെടുത്ത് അത് കഴിഞ്ഞത് 3 ലക്ഷം രൂപയോളം നമ്മൾ തിരിച്ചടച്ചതുമാണ്. തിരിച്ചടച്ചു കഴിഞ്ഞാണ് ഈ കൊറോണയൊക്കെ വന്നത്. കൊറോണ വന്നു കഴിഞ്ഞ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. അങ്ങനെ ഇവർ തുക കയറ്റി വെച്ചു. പിന്നെ അന്നേരം അത് കഴിഞ്ഞ് പ്രളയം വന്നു. ഇതിനിടയ്ക്ക് വർക്ക്ഷോപ്പിൽ പണിയൊക്കെ കുറഞ്ഞു. പിന്നീട് നമ്മൾ ഈ പുറകിൽ കിടക്കുന്ന സ്ഥലം വിറ്റ് പകുതി സ്ഥലം വിറ്റേച്ച് ലോൺ അടയ്ക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ കച്ചവടമായി കഴിഞ്ഞ് ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അത് മുടക്കി വിട്ടുകയും 16 സെന്റ് സ്ഥലം വസ്തു വിൽക്കാൻ വേണ്ടി അത് രണ്ടും രണ്ട് ആധാരമായിരുന്നു. അപ്പോൾ ആ 16 സെന്റ് സ്ഥലം വിറ്റേച്ച് 1.40 വില പറഞ്ഞ അത് വിറ്റ് ബാങ്കിന് ഫണ്ട് അടയ്ക്കാമെന്ന് പറഞ്ഞ. പക്ഷെ ഇവർ പറയുന്നത്, ആദ്യമല്ല ഇവർ സമ്മതിച്ചു, അന്നത്തെ ബോർഡ് മെമ്പർ എല്ലാം സമ്മതിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഇവർ പറയുന്നത് ഇത് ഒറ്റ ലോണാണ്, റിസർവ് ബാങ്ക് എങ്ങനെ സമ്മതിക്കുകയില്ല, ഒറ്റ ലോൺ പകുതി വീതം വീട്ടാനുള്ള ഓപ്ഷൻ റിസർവ് ബാങ്കിനില്ല, അതുകൊണ്ട് അത് പറ്റുകയില്ല, അത് മൊത്തമാണെങ്കിലേ നടക്കുകയുള്ളൂ എന്നും പറഞ്ഞ് ഇവർ അത് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഇവർ വന്ന 1-2 കച്ചവടമൊക്കെ ഇവർ തന്നെ മുടക്കി വിട്ടു. പിന്നെ ഇവർ എന്നാന്ന് നമുക്ക് ഒരു മാനുഷിക പരിഗണന പോലും തരാതെ ഇവർ പിന്നീട് ജപ്തിയിലേക്ക് നീങ്ങി നോട്ടീസൊക്കെ തന്നു. അതിനുശേഷം നമ്മളെ നവംബർ 11 തീയതി ജപ്തി ചെയ്യുക. ജപ്തി ചെയ്ത് കഴിഞ്ഞ് ഇവർ പറയുന്നത് നമുക്ക് ഇത് തുടർന്ന് അടയ്ക്കാൻ പറ്റുകയില്ല, നമുക്കതിന് കഴിവില്ലെന്നാണ് ഇവർ പറയുന്നത്. അത് ജപ്തി ചെയ്ത് ഞങ്ങളെ വേറൊരു വാടക വീട്ടിലേക്ക് മാറുകയത്. ഇപ്പോൾ ഈ കാണുന്ന വാടക വീട് അതാ. ആ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ 2-3 മാസം താമസിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊരു ലെറ്റർ വിട്ടു. ഇന്നപോലെ സ്ഥലം ഒരാളെടുത്തു, അതാരാന്നൊന്നും ഇവർ പറയുകയില്ല, ഇവർക്ക് അറിയുകയില്ല, സ്ഥലം എടുത്തു, അതുകൊണ്ട് ബാക്കി പൈസ ഉണ്ടെന്ന് പറഞ്ഞു. ആ ബാക്കി പൈസ ഉണ്ട്, അത് വന്ന് വാങ്ങിക്കാനെന്നും പറഞ്ഞ് ഇവർ ലെറ്റർ വിട്ടു. അപ്പം ചേട്ടൻ പറഞ്ഞു അത് തറവാട് വീതാണെന്ന് പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ വിഷം കഴിക്കാൻ തുടങ്ങുകയും ഞാൻ ഇടപെട്ട് ഈ കടക്കണി വിമോചന സമിതിയെ വിളിച്ച് അവർ വന്ന് ബാങ്കിൽ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരൊരു വിധവും അടുക്കുകയില്ല. അങ്ങനെയായിട്ടാണ് നമ്മൾ അന്ന് വൈകിട്ട് പൂട്ട് തുറന്ന് നമ്മൾ കയറിയത്. അന്ന് തൊട്ട് നമ്മൾ ഇപ്പം അവിടെയാണ് താമസിക്കുന്നത്. അതിനിടയ്ക്ക് ഇവർ വീണ്ടും ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാമെന്നുള്ള ഭീഷണി ബാങ്കിൻ്റെ ഭാഗത്തു
ഒന്ന് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോലീസ് മുഖേന ജോലിക്ക് പോയ സമയത്ത് ഞാൻ ജോലിക്ക് പോയി. ചേട്ടനും പിള്ളേരും ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടനെയും പിള്ളേരെയും വലിച്ച് നിനക്ക് ഫിറ്റ്സ് ഉള്ളതല്ലേടാന്നും പറഞ്ഞ് വലിച്ച് വണ്ടിയെ കയറ്റി കടുത്തുരുത്തി സഹകരണത്തിൽ കൊണ്ട് അഡ്മിറ്റാക്കി. ഞങ്ങൾ ചെയ്ത് തന്നെ ആ വീട് ഇവർ ഇടിച്ച് നിരപ്പാക്കി. അപ്പം ഇവർ പറയുന്നത് ബാങ്കല്ല, അത് വാങ്ങിച്ച ആൾ പറഞ്ഞത് ഇടിച്ച് നിരത്താൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആ വീട് അവരിടിച്ച് നിരത്തുകയത്. ലേലം ചെയ്ത കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞിരുന്നോ? നമുക്ക് ലേലത്തിൻ്റെ നോട്ടീസൊന്നും നമുക്ക് വന്നിട്ടില്ല. പക്ഷേ ഇങ്ങനെ പത്രത്തിൽ ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അതിൻ്റെ കട്ടിങ് എനിക്ക് ഇട്ട് തന്നാണ് ഇവരിത് ലേലത്തിന് വെച്ചെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. വീട്ടിൽ ഇത് പൂർണ്ണമായിട്ട് നിരത്തിയോ? വീട് ഫുള്ള് ആദ്യം എനിക്കറിയത്തില്ല, വീട് ഫുള്ളായിട്ടത് നിരത്തി. ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചായിട്ട് ഇളയ കുഞ്ഞ് വന്ന് പിന്നെ ചേട്ടൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ചേട്ടനും വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ചേട്ടൻ്റെ പണി സാധനമൊക്കെ അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ അടിയിലാണ്. അതെല്ലാം പോയി, പണി സാധനങ്ങളും. ഇപ്പം നമുക്ക് അത്യാവശ്യം കുറച്ച് പണി സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കാര്യം നമ്മൾ സാധാരണ വർക്ക്ഷോപ്പ് പണി ചെയ്ത് ജീവിക്കുന്ന പോലെയല്ലേ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തീർത്തും പണിയൊക്കെ കുറവാണ് നമുക്ക്. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠിത്തം പോലും നിലയ്ക്കുമോ എന്നുള്ള രീതിയിലേക്കാണ്. മൂത്തയാൾ BSc നഴ്സിംഗ് പഠിക്കുന്നു, ഇളയാൾ +1 പഠിക്കുക. ഇപ്പോൾ കുഞ്ഞുങ്ങളും ആകെ മാനസികമായിട്ട് ഇന്നലെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു കുഞ്ഞുങ്ങൾ. എന്നാ ചെയ്യണമെന്ന് പോലും നമുക്കറിയത്തില്ല. ഇപ്പോൾ നമുക്ക് ഈ കാര്യം ഇവർ ആ 16 സെൻറ്റ് ആ ഫ്രണ്ടിലിരിക്കുന്ന വീടും ഇതുകൂടെ നമുക്ക് തന്നിരുന്ന ബാക്കി സ്ഥലം അവരെടുക്കട്ടെ. അത് കഴിഞ്ഞ് ബാക്കി നമുക്ക് ചെയ്ത് കിട്ടാനുള്ളതല്ലേ ഉള്ളൂ. കാര്യം ഇത് മനുഷ്യന്മാർക്കും ജീവിക്കണ്ടേ. ആകെ 33 സെൻറ്റ് സ്ഥലമാണ്. നമുക്കൊരു 10 സെൻറ്റ് സ്ഥലവും ആ വീടുകൂടെ തന്നിട്ട് ബാക്കി ഇവരെ എടുത്താലോ അത് നല്ല സ്ഥലമാണ്. നിങ്ങൾ ആ സ്ഥലം പോയൊന്ന് കാണുക. ഒന്നിലും ഇവർ അടുക്കുകയല്ല. എന്തോ ഒരു വൈരാഗ്യം തീർക്കുന്ന രീതിക്കാണ് ഞങ്ങളോട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നാണേലും ഞങ്ങളുടെ ജീവിതം പോയി. ഞങ്ങളുടെ ജീവിതം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് ഒരു മാർഗവും ഇല്ല ചേട്ടാ, ഒരു മാർഗവും ഇല്ല. ഇപ്പം പണിയെടുത്ത് ഒന്നേന്ന് ഞങ്ങൾ തുടങ്ങണം. ഞങ്ങളുടെ അവസ്ഥ. ഇത്രയും കാലം ജീവിച്ചുകൊണ്ടിരുന്ന ആ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇവർ ഇറങ്ങുകയും ചെയ്തു. അത് കണ്ണുമുന്നിൽ തന്നെ ഇടിച്ച് നിരത്തുകയാണ്. കാര്യമുണ്ടല്ലോ പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ വീടിനോടൊരു ഇതുണ്ട്. കാര്യം അതുങ്ങൾ ജനിച്ചു വളർന്നപ്പോൾ തൊട്ട് ഓടിക്കളിച്ച വീടല്ലേ അത്. അതുകൊണ്ട് ആ മൂത്തതിന് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇന്നെന്തോ ഒരു വയ്യാഴിക പോലെയൊക്കെ ഉണ്ടായി. പിന്നെ ഈ സംഭവങ്ങളൊന്നും തന്നെ എൻ്റെ വീട്ടിലോ അങ്ങനെ എൻ്റെ ബന്ധുക്കൾക്കോ ആർക്കും അറിയത്തില്ല. കാര്യം ഞങ്ങളൊക്കെ അതുപോലെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചു വളർന്നാൻ്റെ. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സഹോദരങ്ങൾക്കും ഒക്കെ ഇതൊരു നാണക്കേടും പ്രശ്നങ്ങളും ആവും. കഴിവതും ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ ഇത്രയും നാളെ ജീവിച്ചോണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് നമുക്ക് പൈസ തന്ന് സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഫണ്ട് തിരിച്ചു കൊടുക്കണ്ടേ. അവരെ നമ്മളെ വിശ്വസിച്ച് അവർ നമുക്ക് ഫണ്ട് തന്ന ഇപ്പൊ അവർക്കും നമ്മൾ കൊടുക്കണം. ഇതിപ്പോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാറുന്ന സാഹചര്യം ഇവർ ആ ഒരു നിമിഷം കൊണ്ടത് അവർ ഇടിച്ചു നിരത്തി തരിപ്പണമാക്കിയതാ. ചേച്ചി അക്കൗണ്ടന്റ് ജോലിയൊക്കെ ചെയ്തു? ഞാൻ ഒരു ബിൽഡിങ്ങിലാണ്, ഒരു പെയിന്റ് കടയല്ല, ഞാൻ കല്ലറയിൽ പെയിന്റ് കട ജോലി ചെയ്യുക. ഞാൻ ചേട്ടന് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? ഫിറ്റ്സ് പോലെ ചേട്ടന് 25 വർഷമായിട്ട് ഫിറ്റ്സ് പോലെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന, തുടർച്ചയായിട്ട് രാവിലെയും വൈകിട്ടും ലോബാസവും സെപ്റ്റോളും ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന. ഇപ്പൊ എന്താണ് ചേട്ടാ ഇപ്പൊ ഇങ്ങനെ നിങ്ങളുടെ എന്താണ് പ്ലാൻ? എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരോട് ഞാൻ പോകുന്ന ഞാനും കുട്ടികളും പറഞ്ഞതാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ആ വീടിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് സ്ഥലം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുതലാവുന്ന ആ ഒരു തുക വരത്തക്ക രീതിയിലുള്ള ബാക്കി സ്ഥലം കിടപ്പുണ്ടല്ലോ, അത് നമ്മൾ 12 അടി വീതിക്ക് വഴിയും കൊടുത്തേക്കാം. നമ്മളുടെ ആയുസ് എന്ന് പറയുന്നത് ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. നമുക്കിപ്പോൾ ജീവിക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് സ്ഥലവും ഇതൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് എൻ്റെ 2 പെൺകുട്ടികളുള്ള അതുങ്ങളും പിന്നെ എനിക്ക് നോക്കും ജീവിച്ചു പോകണം. അപ്പം അതിനുള്ള സ്ഥലം ഇട്ടിട്ട് ബാക്കി നിങ്ങൾ എടുക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവരതൊന്നും അംഗീകരിക്കുന്നില്ല. അവർക്കത് മുഴുവനും വേണം.
ഇപ്പം ഞങ്ങൾ ഒരു പരിഗണനയും കാണിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു കാലത്തിനിടയിൽ. പരിഗണനയും നമുക്ക് തന്നിട്ടില്ല. ഒരു കടക്കണി വിമോചന സമിതി അവർ വന്ന് ആ പൂട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് നാട്ടിൽ പരിചയമില്ലാത്ത കുറേ ആൾക്കാർ അവരെ കൂട്ടിക്കൊണ്ട് വന്ന് ഷോ ഓഫ് കാണിക്കുക എന്നാണ് ബാങ്കിൻ്റെ ചെയർമാൻ പറയുന്നത്. ആ ബാങ്കിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന പുള്ളി ശരിക്കും എല്ലാവരും പറയണ പുള്ളി ഒരു റിയൽ എസ്റ്റേറ്റ് ഇതിൻ്റെ തന്നെ ഈ ബാങ്ക് തന്നെ ബാങ്കിലെ ബാങ്ക് തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസിന്റെ ഒരു കേന്ദ്രമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവർ ഇതുപോലെ നമ്മൾ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈ കഴിഞ്ഞ ദിവസം കൂടി ഇവര് ചോദിച്ചു ഇത് ആരാ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചിട്ട് പോലും ഇവർ ആ വ്യക്തിയുടെ പേര് പറയാൻ ഇവര് സമ്മതിക്കുന്നില്ല. ഇവര് ഏതായാലും നിങ്ങൾ ഇനിയിപ്പോൾ ഒരു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം? നമുക്കിപ്പോൾ നിയമ നടപടി ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കൊരു എത്തും പിടിയില്ലാത്ത അവസ്ഥ നിൽക്കാനും എങ്ങനെ മുന്നോട്ട് എങ്ങനെയാണെന്ന് പോലും ഉള്ള ഒരു ഇത് നമുക്കില്ല. കാര്യം പിള്ളേർ ഞാൻ പറഞ്ഞില്ല ഈ ഒരു പിള്ളേരാകെ മാനസികമായിട്ട് തകർന്ന് പിള്ളേർ പറഞ്ഞാൽ നമുക്ക് ഈ നാട്ടിൽ നിന്ന് തന്നെ പോകാമെന്ന് പറഞ്ഞ പിള്ളേർ ബഹളമാണ്. പിള്ളേർ ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഒറ്റ ദിവസം കൊണ്ടാണ് നിങ്ങളുടെ മേൽവിലാസം പോലും ഇല്ലാതാക്കിയത്? മേൽവിലാസം ഒന്നും ഇല്ലാണ്ടായി. നടന്ന സംഭവങ്ങൾ അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധവും ഫാസിസ്റ്റ് വിരുദ്ധവുമായിട്ടുള്ള സംഭവമാണ്. അജിയെയും കുടുംബത്തിൻ്റെയും വീട് ഇടിച്ചു നിരത്തിയതിൽ കൂടി സംഭവിച്ചത്. കാരണം ഇന്നും അജിയുടെ പേരിലുള്ള തണ്ടപ്പേരിലുള്ള വീടാണ്, സ്ഥലവും തണ്ടപ്പേരും ആ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും തണ്ടപ്പേര് അജിയുടെ പേരിലാണെന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇന്ന് പോലും വിളിച്ചിട്ട് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അത്തരം അവസ്ഥയിൽ അജിയുടെ വീട് ഇടിച്ചു നിരത്തിയത്, അതും ഭരണകൂടത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് ഇടിച്ചു നിരത്തിയത് അങ്ങേയറ്റത്തെ ഭരണകൂട ഭീകരതയും ഫാസിസവും മനുഷ്യാവകാശ ലംഘനവുമാണ്. മുഴുവൻ മലയാളികളും പ്രതിഷേധിക്കണമെന്ന് കടക്കണി വിമോചന മുന്നണിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കാരായി അറൂഷ് ആഹ്വാനം ചെയ്യുകയാണ്. ഈ വീട്ടിലുണ്ടായിരുന്ന ഒട്ടുമിക്ക ഉപകരണങ്ങളും ഇതോടെ നശിക്കുകയും ചെയ്തു. ഭർത്താവിൻ്റെ ആയുധങ്ങൾ പോലും ഇപ്പോഴും ഈ വീട്ടിലുണ്ട്. അത് തപ്പിയെടുക്കാൻ പോലും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങളുടെ ഉപജീവന മാർഗം പോലും നഷ്ടപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഈ കുടുംബം പറയുന്നത്. എന്നാൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും അവർ ഹൈക്കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ എത്തുകയായിരുന്നു. സർഫാസി ആക്ട് പ്രകാരം ജപ്തി നടപടികളിലേക്ക് കടക്കുകയും വസ്തു ലേലം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ നിസ്സഹായ അവസ്ഥയിലാണ്, ദുരിതത്തിലാണ്. അവർ 2 പെൺമക്കളുമായി ഇപ്പോൾ അവർ വാടക വീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. മക്കളുടെ പഠനത്തെ പോലും കാര്യമായി ബാധിച്ചിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, അവർ വായ്പ എടുത്തതാണ്. എന്നാൽ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട്, അതായത് ആശുപത്രി പോലുള്ള പ്രശ്നങ്ങൾ, കൊറോണ, പ്രളയം തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ട് അവർക്ക് തിരിച്ചടവ് മുടങ്ങുകയായിരുന്നു. എന്നാൽ ഇവരുടെ വസ്തു 33 സെൻറ്റാണ്. ഇതിൽ പാതി വസ്തു, അതായത് 16 സെൻറ്റോളം വസ്തു ഒരുപക്ഷെ അത് മാത്രം വിറ്റുകൊണ്ട് ഈ വീട് ഇവിടെ നിലനിർത്താമായിരുന്നു. അങ്ങനെ ബാങ്കിൻ്റെ ബാധ്യത തീർക്കാമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ഈ വസ്തു വിറ്റതിൽ പ്രകാരം 6 ലക്ഷം രൂപ നൽകുമെന്ന് ഇവരോട് പറഞ്ഞിരുന്നു. 6 ലക്ഷം രൂപയും നൽകില്ല എന്ന് ബാങ്ക് അധികൃതർ വാക്കാൽ പറഞ്ഞു എന്നൊരു ആരോപണം കൂടി ഈ വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വലിയ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. ഇവർ താമസിച്ചിരുന്ന, ഇത്രയും വർഷം താമസിച്ചിരുന്ന ആ വീടാണ് ഇത്തരത്തിൽ നിലംപരിശാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ അവർക്ക് എങ്ങനെ നീതി ലഭിക്കുമെന്നുള്ളതാണ് ഇനിയും നമുക്ക് കാണേണ്ടത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.